ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എന്തൊക്കെ പരിപാടികളായിരുന്നു! പവർ റൂം, നെസ്റ്റ് റൂം, ടണൽ റൂം, ഡൺ റൂം എന്ന് തുടങ്ങി വലിയ രീതിയിൽ തന്നെയായിരുന്നു ഈ ആവശ്യത്തെ ബിഗ് ബോസ് സ്റ്റാർട്ട് ചെയ്തത്. ഒരു റൂമിൽ നിന്ന് പ്രൊമോ ഒക്കെ കണ്ടു കഴിഞ്ഞാൽ ഒരു റൂമിൽ നിന്ന് ഇങ്ങനെ ഒളിഞ്ഞു നോക്കുന്നു. എന്നിട്ട് ലാലട്ടം വന്നിട്ട് ഇങ്ങനെ വിളിക്കുന്നു, നീ എന്താടാ ഒളിഞ്ഞു നോക്കണേ, അങ്ങനെ ഒളിഞ്ഞു നോക്കാൻ പാടുള്ളൂ എന്നുള്ള ഒരു പ്രമോയായിരുന്നു. എന്തൊക്കെയായിരുന്നു! വടി, കോപ്പ്, കുന്തം, കൊടച്ചക്രം എന്നൊക്കെ പറഞ്ഞിട്ട് പവനായി ശവമായി എന്ന് പറയുന്ന ഒരു അവസ്ഥയായി. ഈ പവർ റൂം എന്തിനു കൊണ്ടുവന്നെന്ന് അവർക്ക് പോലും മനസ്സിലായിട്ടില്ല. മത്സരാർത്ഥികൾക്കും ഈ പവർ റൂം കൊണ്ടുള്ള ഗുണം എന്തെന്ന് അവർക്കും മനസ്സിലായിട്ടില്ല. എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, അത് ചില മത്സരാർത്ഥികൾക്കും പ്രേക്ഷകർക്കും അത് ഉറപ്പായിട്ടുള്ള കാര്യമാണ്. കാരണം അവരുടെ സ്വഭാവം ഒന്ന് വെളിയിൽ കൊണ്ടുവന്നു. പവർ റൂമിൽ പോയിരിക്കുന്ന മത്സരാർത്ഥികളുടെ അവരുടെ കയ്യിൽ ഒരു പവർ കിട്ടിക്കഴിഞ്ഞാൽ അവരെങ്ങനെ പെരുമാറുമെന്ന് മാത്രം എല്ലാവർക്കും ഒന്ന് മനസ്സിലായി എന്ന് മാത്രം. അല്ലാതെ അതിനകത്ത് കുറെ സർവാധികാരം ഉണ്ടായിരുന്നു, അതൊന്നും അവർ ഉപയോഗിച്ചിട്ട് പോലുമില്ല. പക്ഷെ എന്തൊക്കെയായിരുന്നു ബിഗ് ബോസിന്റെ ആ ഒരു ഇത് തന്നെ മാറ്റിപ്പിടുത്തം. ഈ മാറ്റിപ്പിടുത്തം എന്തായി? ഒടുവിൽ ഒന്നുമില്ലാതായി. ഇപ്പൊ 10ാമത്തെ ആഴ്ചയിലേക്ക് കടന്നിരിക്കുമ്പോൾ ബിഗ് ബോസ് തന്നെ പറയുന്നു, ഇനി ഒരു പവർ റൂമും ഇല്ല, ഇനി നെക്സ്റ്റ് റൂമും ഇല്ല, ഒരു റൂമും ഇല്ല, ഇനി എല്ലാവർക്കും ഇൻഡിവിജ്വൽ ആയിട്ട് കളിക്കേണ്ട സമയം എടുത്തിരിക്കുന്നു എന്ന് പറഞ്ഞു. അതോടൊപ്പം തന്നെ പുതിയ ക്യാപ്റ്റനായ നന്ദന ഇപ്പോൾ ചുമതലയേറ്റു. നന്ദന ചുമതലയേറ്റപ്പോൾ തന്നെ വലിയ സ്ട്രിക്റ്റോട് കൂടിയാണ് കാര്യങ്ങളൊക്കെ നീക്കിയിരിക്കുന്നത്. ബിഗ് ബോസ് പറഞ്ഞു, ബാത്റൂം, വെസൽ, കിച്ചൺ, ഫ്ലോർ ക്ലീനിങ്, ഇങ്ങനെ 4 ടീമുകളെ ആയിട്ട് വേർതിരിക്കാൻ പറഞ്ഞു. അതനുസരിച്ച് നന്ദന 4 ടീമിലുള്ള ആൾക്കാരെ സെലക്ട് ചെയ്തു. ഈ പ്രാവശ്യം വെസൽ ക്ലീനിങ്ങിന്റെ കാര്യം വരുമ്പോൾ എപ്പോഴും ജിൻഡോ ആണല്ലോ, അതുകൊണ്ടാണ് ഈ പ്രാവശ്യവും ക്ലീനിങ്ങിന്റെ സമയം വന്നപ്പോൾ ജിൻഡോ തന്നെയാണ് ക്ലീനിങ്ങിന്റെ വന്നിരിക്കുന്നത്. അതായത് പാത്രം ക്ലീനിങ് ഒക്കെ വരുന്ന സംഭവം ഉണ്ടല്ലോ, അത് ജിൻഡോയാണ്. ജിൻഡോ വിട്ടിട്ട് കളിയില്ല, അതുകൊണ്ടാണ് ഈ പ്രാവശ്യം ജിൻഡോയാണ്. കൂടെ റസ്മിനും ഇങ്ങനെ കൈവക്കി. അപ്പൊ റസ്മിനും ജിൻഡോയുമാണ് ഈ പ്രാവശ്യവും വെസലിൽ വന്നിരിക്കുന്നത്. കാരണം ആദ്യത്തെ പ്രാവശ്യം പവർ ടീമിലേക്ക് പോയത് ഇവർ രണ്ടുമാണ്. ഇപ്പൊ ഈ അവസാന സമയത്ത് വെസലിൽ ഇവർ ഒന്നിച്ചാണ്. അപ്പൊ എന്തെങ്കിലും അടി ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അന്ന് പവർ ടീമിൽ പോയ സമയത്ത് ഇവർ രണ്ടുകൂടെ വലിയ ആബഹളമായിരുന്നു, ഒന്ന് വലിയ കണ്ടന്റ് ആയിരുന്നു. ഇന്ന് ഇവർ തമ്മിലാണ് അവസാനം. പിന്നെ അടുത്ത നോമിനേഷന് റസ്മിൻ വരുമല്ലോ, റസ്മിൻ ചിലപ്പോൾ പോകാൻ സാധ്യത ഉണ്ട്. അപ്പൊ അവസാനമായപ്പോഴും ജിൻഡോയുടെ കൂടെ തന്നെ റസ്മിന് ഒരു ടീമായിട്ട് കിട്ടി. അത് കഴിഞ്ഞ് ഫ്ലോർ ടീമിലേക്ക് വരികയാണ്. ജാസ്മിന്, അർജുന്, അഭിഷേക്, ഇവർ 3 പേരുമാണ് ഫ്ലോർ ടീമിലേക്ക് വരുന്നത്. അവിടെ ക്യാപ്റ്റനായിട്ട് അഭിഷേകിനെയാണ് തെരഞ്ഞെടുത്തത്. വെസൽ ക്ലീനിങ്ങിൽ വന്നിട്ട് ജിൻഡോയാണ് ഇവിടെ ക്യാപ്റ്റന്. അത് കഴിഞ്ഞ് ബാത്റൂമിൽ സായി, അപ്സര, സിജോ, ഇവർ 3 പേരാണ് ബാത്റൂം ക്ലീനിങ്. അവർക്ക് വയ്യാത്തത് കൊണ്ടാണ്, സായിക്കും സിജോയ്ക്കും വയ്യാത്തത് കൊണ്ടാണ് ബാത്റൂമിലേക്ക് ഇട്ടത് എന്നാണ് നന്ദന പറയുന്നത്. അത് കഴിഞ്ഞാണ് കുക്കിംഗ് ടീമിലാണ് 4 പേരുള്ളത്. അൻസിബയുണ്ട്, നോറയുണ്ട്, ശ്രീതുണ്ട്, ഋഷിയുണ്ട്. ഇവർ 4 പേരാണ് കുക്കിംഗ് ടീമിലുള്ളത്. അതിൽ ഋഷിയാണ് ക്യാപ്റ്റൻ. അങ്ങനെ 4 ടീമിനെയും പ്രഖ്യാപിച്ചു. 4 ടീമുകൾക്കും കിടക്കേണ്ട റൂമുകളും പറഞ്ഞു കൊടുത്തു. അങ്ങനെ ശ്രീതുവിന്റെ വലിയ ആഗ്രഹമായിരുന്നു ഈ മറ്റേ എന്താ പറയാ, താമരയുടെ ബെഡിൽ കിടക്കണമെന്ന്. അതുകൊണ്ട് തന്നെ താമരയിൽ കിടക്കാനുള്ള ആഗ്രഹവും നന്ദന സാധിച്ചു കൊടുത്തു. താമരയിലോട്ട് കിടക്കാനായിട്ട് അവർക്ക് ആ പീപ്പിൾ റൂം എന്ന് പറയുന്നത്, അതായത് പവർ റൂം ആയിരുന്നത് ഇപ്പൊ പീപ്പിൾ റൂം ആയിട്ടുണ്ട്, അതിലാണ് അവർ കിടക്കുന്നത്. ജിൻഡോ കിടന്നിരുന്ന ഡൺ റൂമിലായിരുന്നു. അതുകൊണ്ട് തന്നെ ഡൺ റൂമിൽ തന്നെയാണ് ജിൻഡോയും അതോടൊപ്പം റസ്മിനും കിടക്കുന്നത്. അത് ടണൽ റൂമിലായിരുന്നു ഓൾറെഡി അപ്സരയും സായും കിടന്നിരുന്നത്. അവിടേക്ക് സിജോ വരുന്നു. അങ്ങനെ ടണൽ റൂമിലാണ് അവർ കിടക്കുന്നത്. കിച്ചൺ ടീമിലുള്ളവരെ നെക്സ്റ്റ് റൂമിലാണ് കിടക്കേണ്ടത്. അങ്ങനെ ടീം എല്ലാം വേർതിരിച്ചു കൊടുത്തു. എന്നിട്ട് ഇനി എന്തെങ്കിലും കംപ്ലൈന്റ് വന്നു കഴിഞ്ഞാൽ എന്നോട് പറയണം, ഞാൻ അറിയാതെ ഇവിടെ ഒന്നും നടക്കത്തില്ല, ഇവിടെ എന്തെങ്കിലും കടന്നു കഴിഞ്ഞാൽ അത് വൃത്തിയാക്കണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് തുടക്കത്തിൽ ഈ ക്യാപ്റ്റന്മാരുടെ ഒരു പറച്ചിലുണ്ടല്ലോ, അത് തന്നെ ഇപ്പോഴും നന്ദന പറഞ്ഞിട്ടുണ്ട്. ഇത് എത്രമാത്രം നടപ്പിലാക്കുമെന്ന് നമുക്ക് കണ്ടു തന്നെ അറിയേണ്ടതായിട്ടുണ്ട്. നന്ദനയുടെ ക്യാപ്റ്റൻസി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ കമന്റ് ചെയ്യണം. അടുത്തൊരു വീഡിയോ കാണുന്നവരേക്കും ബൈ.